കേരളത്തിന്റെ വെളിയിലോട്ട് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളൊരു ഹൈലക്സോ ഇസൂസോ വല്ലതും എടുത്തിട്ട് അതിന്റെ ബാക്കിൽ 2 ബൈക്ക് സെറ്റാക്കി പോകുന്ന വൈബാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഗായ്സ്, നമ്മൾ ചുമ്മാ നമ്മുടെ സ്പ്ലെൻഡർ ബൈക്ക് എടുത്ത് ഞാനും അനുഗ്രഹം കൂടെ പത്തനംതിട്ടയിലെ കണ്ണി കാണുന്ന വഴി കൂടെ എല്ലാം പോകാൻ ഒരു വീക്കിലി ഒബ്സർവേഷൻ പോലെ. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ആൾക്കാർ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചും കടകളെ കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നതായിരിക്കും. നമ്മളിപ്പോൾ മണ്ണാറക്കുളങ്ങി മാർക്കറ്റ് ജംഗ്ഷനിൽ കൂടെ പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പത്തനംതിട്ട റോഡിൽ കൂടെ പോകാൻ നല്ല സുഖമാണ്. എല്ലാ റോഡിലും നല്ല തണുപ്പും നല്ല കർവായിട്ടുള്ള നല്ല സൂപ്പർ റോഡുകളാണ്. ലെഫ്റ്റോട്ട് പോയാലോ ബ്രോ? ഇൻട്രൂസീവ് തോട്ട്സ് വരട്ടെ, തോന്നുന്നിടത്തോട്ട് തിരിയുന്നു. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കരിമീൻസ് കുടിക്കുമ്പോൾ ഹൈജീനിക് ആയിട്ടുള്ള സാധനം കുടിക്കുക, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും. ഓ, ഇപ്പോഴും ഇത് വിൽക്കുന്നുണ്ട്. കൃഷ്ണ തുളസി, ആയുർവേദത്തിന്റെ യഥാർത്ഥ ശക്തി. നൊസ്റ്റാൾജിയ. നല്ലൊരു ചീപ്പ്, നല്ല കോട്ടിങ് ചെയ്തിട്ടുണ്ട്. കണ്ടോ ബൈക്കുകാർ നേരെ വരുമ്പോ അപ്പുറത്തൊരു വിലയും. ഇതാ ഒരു ഫെല്ലോ സ്പ്ലെൻഡർ എന്നിട്ട് ഓഫാക്കി വെച്ചേരും. നമ്മൾ വരുന്നത് നോക്കുന്നില്ല, അയാൾക്ക് തോന്നുമ്പോൾ ക്രോസ് ചെയ്യുന്നു. ബ്രോ, എക്സ്പ്രസ് ഈസ് ഓവർ റേറ്റഡ് ബ്രോ. ഞാൻ ഓവർ റേറ്റഡ് ആണേ പറഞ്ഞുള്ളൂ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞില്ല. ഒരു ചേച്ചിയാണ് വണ്ടി തിരിക്കുന്നത്. അതാ സക്സസ്ഫുള്ളി വണ്ടിക്ക് വട്ടം വെച്ച് ചേച്ചി വണ്ടി തിരിച്ചിരിക്കുകയാണ്. എങ്ങോട്ട് പോണോ? സ്ട്രെയിറ്റ് പോയാൽ ചിറ്റാറ് സീതത്തോട് ഗവി ചെല്ലും. സീതത്തോട് പോയാലോ? അല്ല, ഇപ്പൊ നമ്മളിതൊരു കുറച്ച രീതിയിലാണ് സംസാരിക്കണം. ഗൈസ്, വ്ളോഗുകൾ കൂടുന്തോറും ഞങ്ങൾ ഇച്ചിരി ഫ്രീ ആയി സംസാരിക്കും. ആല ഇരുമ്പ് പണികൾ, ആർക്കേലും ഇരുമ്പൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ അതുവഴി താഴോട്ട് പോയാൽ മതി. നല്ല 2 നല്ല കുട്ടികൾ നടന്നു വരുന്നു, അവരെ നമ്മൾ ബ്ലർ ചെയ്യുന്നതായിരിക്കും. നല്ല നല്ല ഏരിയകൾ, നല്ല നല്ല വീടുകൾ. ഇത് സീതത്തോട് ഗവി റൂട്ടാണ് കേട്ടോ. പക്ഷെ നമ്മൾ അത്യാവശ്യം ആൾട്ടിറ്റ്യൂഡ് ക്ലൈംബ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം പൊക്കത്തിലായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ പോകുന്നത്. പിന്നെ നമ്മളൊരു ഷെയ്ഡി ഏരിയ തിരികെയാണ്. നല്ല തണുപ്പ്, നല്ല കാറ്റ്, നല്ല മണം. അതെ ശുദ്ധവായു എന്ന് പറയുമ്പോൾ ഒരു അഴുകിയ സ്മെല്ലാണ്. റൈറ്റ് സൈഡിലൊക്കെ നല്ല മഴനിരകളുണ്ട്, പക്ഷെ കാണിക്കാനൊക്കെ അല്ല, ഞാൻ തിരിയേണ്ടി വരും. വണ്ടി ഓടിക്കുന്നതിനൊക്കെ തിരിഞ്ഞിരുന്നാലും ഇങ്ങനെ. എങ്ങോട്ട് പോകണം? മണിയാർ. ഓക്കെ, മണിയാർ പോകും. നമ്മൾ സീതത്തോട് പോകാൻ ഇറങ്ങി, പക്ഷെ ഇപ്പൊ മണിയാറാ ചെല്ലുന്നത്. സീതത്തോട് വഴിയാണ് മണിയാർ പോകുന്നത്. സത്യത്തിൽ എനിക്കറിയത്തില്ല കേട്ടോ. ഏറ് പിടിച്ച് കിടക്കുന്ന ചേട്ടന്മാർ. ബ്രോ, മണ്ടത്തരം പറയാതെ. ഏത് മഴയാണെങ്കിലും നല്ല ഒടുക്കത്തെ വളവാ. അതെ അത് നിങ്ങൾ സഹിക്കുക. നമ്മൾ ഒന്നുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ കണ്ടീഷൻസിൽ മറ്റേ അച്ചൻകോവിൽ റൂട്ട് ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ആരെയും ഒക്കെ ഒന്ന് കമന്റും ലൈക്കും ഒക്കെ ചെയ്യണേ. ഞങ്ങൾക്ക് അതൊന്നും കിട്ടുന്നില്ല, നഷ്ടത്തിലാ ഓടുന്നേ. പെട്രോള് ഞങ്ങൾ മുടക്കി കാശടിച്ച് പോകണ്ടായോ? നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പത്തനംതിട്ട ഫുള്ള് കാണിക്കാം, പിന്നെ ആലപ്പുഴ ഫുള്ള് കാണിക്കാം. അങ്ങനെ ഒരു വ്ളോഗേഴ്സും ചെയ്യുന്നില്ല. നമ്മളെല്ലാ ഡിസ്ട്രിക്റ്റും ഫുള്ള് കാണിച്ച് കേരളം വിടുന്നു, അവിടെ ഫുള്ള് കാണിച്ച് അങ്ങനെ വിട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുതിയ വണ്ടികൾ മേടിക്കുന്നു, ക്യാമ്പിംഗ് എക്യുപ്മെന്റ് മേടിക്കുന്നു. നമ്മളൊരു കൾച്ചർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് സഹായിക്കുക. പട്ടിയുടെ സ്പീഷീസ് ഒക്കെ പറയണ്ടോ? കൂടപ്പട്ടിയായി. ഏരിയ മാറുന്നോറും പട്ടി മാറും. ഇതാ ഗ്യാസ് കുറ്റി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. എന്തിനാണ്? ഫ്രണ്ടിലോട്ട് പോകുന്നു. നൈസ്. ഒരു സിനിമ ലൊക്കേഷൻ പോകുന്നത്. ടിമ്പറിയാണ്. സർക്കാരിന്റെ തട്ടിപ്പോയാണ് നമ്മൾ കണ്ടത്. സർക്കാർ ഈ തടി കൊണ്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. നൈസ് റോഡ്. പത്തനംതിട്ട പോകുന്നതിന്റെ ഹൈലൈറ്റ് ഇതാണ്. അതാണ് സൈഡിലൊക്കെ നമുക്ക് ഇലക്ട്രിക് ഫെൻസുകൾ കാണാം. കാടെപ്പോഴാണ് നാടെപ്പോഴാണെന്ന് കാണാനൊക്കെ പറ്റില്ല. കാടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നാട് കാണും, നാടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കാട് കാണും.
കണ്ടോ, വനം മാറി, കാട് മാറി, പിന്നെ സിവിലൈസേഷൻ വന്നു. നമുക്ക് അടുത്ത വട്ടം ബസ്സിൽ കയറി പോയാലോ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത്? ബസ്സിൽ പോയി വ്ളോഗ് ചെയ്യും. അറിയാത്തവരായിട്ട് നമ്മൾ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ക്ലച്ച് പിടിച്ച് ബ്രേക്ക് ചവിട്ടി പോരുത്, ബ്രേക്ക് ഓവർ ഹീറ്റ് ആവും. ടോൾ ഗിയേഴ്സിൽ ചുമ്മാ ഫ്രീ ആയിട്ട് വണ്ടിയെ വിടല്, ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് പോലെ ബ്രേക്ക് ഓവർ ഹീറ്റ് ആയിട്ട് ആക്സിഡന്റ് നടക്കാനുള്ള നല്ല ചാൻസ് കൂടും. ഈ തെണ്ടുകളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇടത്തോട്ട് പോകാനോ? ഓക്കെ ഗായ്സ്, അനുഗ്രഹന് മണിയാർ ഡാം കാണണമെന്ന് വല്ലാത്ത മുട്ടൽ. നമ്മൾ നല്ലൊരു പോസ്റ്റ് ഓഫീസ്. ഞാൻ ഡാമിൽ കയറ്റി വിട്ടില്ലെങ്കിൽ ഇതല്ലേ ഡാമിന്റെ വെള്ളം ഒഴുകുന്ന സ്ഥലം. നമുക്ക് ദൂരത്തു നിന്നൊരു ഷോട്ട് എടുക്കാം. നമ്മൾ വന്നു, കണ്ടു, പോയി, കീഴടക്കുന്നില്ല. അതല്ലേ ബ്രോ അതിന്റെ ഒരു ഹൈലൈറ്റ്. അല്ല, എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഡാം അങ്ങോട്ടാ, വെള്ളത്തിന്റെ ഒഴുക്കും അങ്ങോട്ടാ. അപ്പൊ നമ്മള് റിസർവോയർ സൈഡിൽ ചെന്ന് ചെയ്യാണ്. അതാണ് മണിയാർ ഡാം. നല്ല കലക്കം. നമുക്ക് ആ വളവിൽ നിർത്തിയിട്ട് പുറമോട്ട് കാണിക്കും. Guys, the world famous Maniyar Dam. അതാണ് മണിയാർ ഡാം. സൈഡിൽ കൂടെ അതിൽ കൂടെ പോയാൽ എന്തായാലും പൊട്ടും. ഇനി നമ്മൾ വേറെ എങ്ങോട്ടാന്ന് വെച്ചാൽ തിരിച്ചിട്ട് വീഡിയോയിൽ വരാം. ഈ ലൈസ് ഒറിജിനലാണോ? നമ്മളെ പറ്റിച്ചതാണോ? മറ്റേ ലൈസ് കൊല്ലംകാര് പറ. ഈ ഇരിക്കുന്നത് എക്സ്പ്രസ്, ഇത് നമ്മുടെ ശുണ്ടാപ്പി. ഓക്കെ, ഞങ്ങള് മണിയാർ ഡാമിൽ നിന്ന് ഇറങ്ങി ചെറിയൊരു വെള്ളം കുടിച്ചിട്ട് ഇനി നമ്മൾ എങ്ങോട്ടാ? നമ്മളിനി വന്ന വഴിക്ക് അങ്ങ് പോവാം. നമ്മൾ ആദ്യമേ നേരെ അല്ലേ പോയേ? സീതത്തോട് പോവാം. എനിക്കറിയത്തില്ല. ടെക്നിക്കലി ഞാൻ പത്തനംതിട്ടയിലെ ആളല്ല. അനുഗ്രഹം പത്തനംതിട്ടയിലെ ആളാണെങ്കിലും വെളിയിലോട്ടൊന്നും ഇറങ്ങാറില്ല. നമുക്ക് നോക്കാം എങ്ങോട്ട് പോകാം. നോക്കാം. ചിറ്റാറ്, സീതത്തോട്, വടശ്ശേരിക്കര, പത്തനംതിട്ട. റൈറ്റ് ലെഫ്റ്റ് പോവാം. ചിറ്റാറ്, സീതത്തോട് പോവാം. ഇതാ ഫോറസ്റ്റ് നല്ലൊരു പോസ്റ്റ് ഓഫീസ്. അത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് എല്ലായിടത്തും കാണും. പിന്നെ നമ്മൾ ഫോറസ്റ്റ് റൂട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്, പോലീസ് ലാൻഡ്. ആക്സിഡന്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആൾക്കാരും വേണ്ടി ഓക്കാനിക്കുന്ന രീതിയിൽ നമ്മളുടെ മലയാളി ആൾക്കാർ വ്ലോഗ് ചെയ്യുന്നുണ്ട്, ക്യാമ്പിങ് ചെയ്യുന്നുണ്ട്. കോപ്പി അടിച്ചുള്ള പരിപാടിയല്ല, ഓജി സാധനങ്ങൾ നമ്മൾ ചെയ്യും. സിവിക് എടുത്താൽ നമുക്ക് എല്ലായിടത്തൊന്നും പോകാനൊക്കത്തില്ല. അനുഗ്രഹന്റെ ആഗ്രഹം ഒരു സിവിക് എടുത്തിട്ട് മൂക്കാൻ കിറ്റ് കയറ്റി മോഡിഫൈ ചെയ്യുന്നതാണ്. പക്ഷേ സിവിക് എടുത്താൽ നമുക്ക് ഇതുപോലെ ഫോറസ്റ്റ് റൂട്ടിലൊക്കെ പോകണമെങ്കിൽ ഇച്ചിരി പൊളിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നെഞ്ചിടി. സിവിക് എടുത്തിടാം നമുക്ക്, എന്നിട്ട് ലോങ് പോകുമ്പോൾ എടുക്കാം. നമ്മൾ ലിറ്റർ ചെയ്യാറില്ല. നമ്മൾ കഴിക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം നമ്മൾ കൂടെ കൊണ്ടുപോയി വീട്ടിലെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ ആൾക്കാർ വരുന്നവർക്ക് കൊടുക്കും. അതുകൊണ്ട് കുറെ മൈരന്മാർ ഈ സൈഡിലൊക്കെ പ്ലാസ്റ്റിക് അടിയിട്ടുണ്ട്. ഞാനും ഇവനും എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. അതെ, അപ്പൊ ഞങ്ങൾ ചീത്ത വിളിച്ചെന്നിരിക്കും. താങ്ക് യു. വീണ്ടും വരിക. വടശ്ശേരിക്കര കഴിഞ്ഞപ്പം ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലേക്ക് കയറി. ഇതുവരെ ആരെങ്കിലും ചിറ്റാറിന്റെ ബ്ലോഗ് എടുത്തിട്ടുണ്ടോ? കൊടുമുടി അങ്ങോട്ട് പോകണം. കൊടുമുടിയിലോട്ട് എനിക്കറിയത്തില്ല. നോക്ക് നീ. ഏത് കാട്ടിലും BSNL റേഞ്ച് കാണുമെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അതെ, നമ്മളുടെ ഇൻഡിവിഷൻസ് ആണ് നമ്മളുടെ മാപ്പ്. കൊടുമുടി ചിറ്റാർ റോഡ്. അപ്പൊ നമ്മൾ ചിറ്റാറും വിടുന്നില്ല, കൊടുമുടിയും വിടുന്നില്ല. ഇതാണ് നമ്മൾ ഇൻഡിവിഷൻസ് വെച്ച് വഴി കയറി അങ്ങ് പോകുന്നു. അതെന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മൾ പത്തനംതിട്ടയുടെ വയനാട്ടിലെത്തിയിരിക്കുകയാണ്. പത്തനംതിട്ടയ്ക്ക് തീരമേഖലയല്ല, അതെല്ലാം ഉണ്ട്.
കൊടുമുടി ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഓക്കെ ഗായ്സ്, നിങ്ങൾ കൊടുമുടി എന്ന് വല്ല പേര് വല്ലതും കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകരുത്. കാരണം അതൊരു സ്ഥലമാണ്, അല്ലാതെ കൊടുമുടി ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മളൊരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കുരിശുമൂടൊക്കെ ഉണ്ട്. ഒരു പള്ളിയുണ്ട് ഇവിടെ. ഏതാ പള്ളി? ആ സ്ഥലം അറിയാവുന്നവരും ആ പള്ളിയിലുള്ളവരും എല്ലാം നമുക്ക് നൈസ്. സൈഡിലോട്ട് നോക്കിയിട്ട് തിരിച്ചു വന്നപ്പോ ഒരു കാറ് വന്ന് കണ്ടിരിക്കുന്നു. റോഡിന്റെ നടുക്കൊക്കെ ആൾക്കാർ വണ്ടി നിർത്തിയിട്ടേക്കുന്നു. അതിന്റെ അർത്ഥം ഇവിടെ ഒന്നും ആൾക്കാർ താമസമില്ലെന്നോ, അതോ റോഡ് അവന്റെ അച്ഛന്റെ വകയാണ്? എന്തായാലും വണ്ടി വലിക്കാൻ നല്ല പാടുണ്ട്. കയറ്റം കുത്തനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇത്ര നേരം മെയിനിലാണ് ഓടിയ കേട്ടോ. റിസർവ് ആവാനുള്ള ഇത് കാണിക്കുന്നുണ്ട്. നമ്മൾ പിന്നെയും ഒരു ഫോറസ്റ്റ് റൂട്ടിലെത്തിയോ? ഒരു ലോക്കൽ മൂന്നാർ വൈബല്ലേ. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായത്. ഇതെന്താടാ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നേ? ചുറ്റിനും കെട്ടിയിട്ടേക്കുന്നുണ്ട്. നമുക്ക് ഫോറസ്റ്റ് റോഡ് വിട്ടൊരു കളിയില്ലേ? എങ്ങോട്ട് തിരിഞ്ഞാലും ഫോറസ്റ്റ് ആണല്ലോ. നല്ല മഴക്കോള്, നല്ല കാട്, നല്ല തണുപ്പ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. കാരണം ലെഫ്റ്റ് സൈഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. ഈ ഇലക്ട്രിക് ഫെൻസ് ഒക്കെ കെട്ടിയിരിക്കുന്ന പ്രൈവറ്റുകാരുടെ. റൈറ്റ് സൈഡ് ഫോറസ്റ്റാ. ഫോറസ്റ്റിന്റെ മാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫോറസ്റ്റിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധ വെച്ച് വേണം പോകാൻ. കാരണം ഏത് വളവിനും ഒരു ആന നിൽക്കാം. ഇതൊരു പത്തനംതിട്ടയാണല്ലോ. റബ്ബറൊക്കെ ഉണ്ട്. മനുഷ്യവാസം ഉള്ളിടത്തെത്തി. അങ്ങനെ നമ്മൾ കാട്ടിൽ നിന്നും പിന്നെ സിവിലൈസേഷനിലേക്ക്. ഇവിടൊക്കെ ഉള്ളവർ എങ്ങനെ ജീവിക്കുന്നതാ ഇവിടെ? ഏറെക്കുറെ അങ്ങനെ ആയിരിക്കും. 4 കിലോമീറ്റർ ഒക്കെ എപ്പോഴേ കഴിഞ്ഞു. കേറിയ കയറ്റമല്ല, ഒറ്റയടിക്കാൻ ഇറങ്ങിയല്ലോ. നമ്മളൊരു ഡീറ്റൂർ എടുത്ത് എവിടോ വന്ന് ചാടിയിട്ടുണ്ട്. അപ്പൊ കൊടുമുടി എന്ന് പറയുന്ന സ്ഥലം ഒരു ഡീറ്റൂർ മാത്രമാണ്. മയിലേ, നമ്മൾ ഇതുവഴി പാസ് ചെയ്ത് അങ്ങോട്ടാ പോയെ. എന്നിട്ട് അങ്ങോട്ട് കയറി പിന്നെ നേരെയാ പോയെ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭൂമി ചുരുണ്ടതാണ്. അല്ല, ഭൂമി ഒരുമാതിരി ഊമ്പിയ രീതിയിൽ കിടക്കും. അല്ലാതെ എങ്ങനെയാ ഇത്? മറ്റേ റമ്മിനകത്തെ പോലെ ആയോ? നമ്മുടെ വീട്ടിൽ പെട്ടോ? ഏറെക്കുറെ. എടാ നമ്മൾ അതുവഴി പോയേ. എങ്ങനെ പോയാലും റൈറ്റ് എടുത്താന്നേലും നമ്മൾ ഈ ഡയറക്ഷനിലല്ലോ വന്നേ. നമ്മൾ അങ്ങോട്ടല്ലയോ പോയെ? അങ്ങോട്ടാ നമ്മൾ പോയെ. ഇനി തിരിച്ച് അതുവഴി പോകാനോ? അങ്ങോട്ടോ? വന്ന വഴി കൂടെ പോകാനൊരു സുഖമില്ല ബ്രോ. അല്ലല്ല, കുറച്ച് ഫ്രണ്ടിലോ? ഇങ്ങനെടാ നമ്മൾ ചെന്നിടത്ത് ചെന്നിട്ട് ഇനി എടുക്കാം. എങ്ങും നമ്മൾ പോയില്ല, റോഡൊന്നും മിസ്സാക്കിയില്ല. മറ്റേ നമ്മൾ മുമ്പേ ആ ചിറ്റാറ് വളഞ്ഞിട്ട് പിന്നല്ലേ നമ്മൾ കറങ്ങി കൊടുമുടിക്ക് പോയേ. അതിന്റെ തൊട്ട് ഫ്രണ്ട് വെച്ച് നമ്മൾ തുടങ്ങി. പിന്നെ ഒന്നും മിസ് ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതെ. നമ്മൾ ഇപ്പം കറങ്ങി തിരിഞ്ഞ് നേരെ പത്തനംതിട്ട ചെല്ലണം. അതാണ് ഒബ്ജക്റ്റീവ്. നമുക്ക് തന്നെ വിലയും ഒരു ജിപ്സി ഒക്കെ കിടക്കുന്നു. സീൻ ഇഷ്ടംപോലെ ലോറികൾ പോകുന്നുണ്ട്. ഇവിടെ വല്ല കോറി വല്ലോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് വ്യൂസ് കിട്ടി. അത്യാവശ്യം ഇതാ വണ്ടി ഇപ്പോഴാണ് മെയിൻ റിസർവ് ആവുന്നത്. പെട്രോൾ അടിക്കാൻ നമ്മൾ മുമ്പേ നിർത്തിയായിരുന്നു. 150 രൂപയ്ക്ക് അടിച്ചുള്ളൂ. റിസർവിലായിരുന്നു വണ്ടി. എന്നിട്ട് ഇത്രയും നമ്മൾ ഓടി മെയിനിൽ. നമ്മൾ വെളിയിലോട്ട് പോകാൻ, കേരളത്തിന്റെ വെളിയിലോട്ട് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളൊരു ഹൈലക്സോ ഇസൂസോ വല്ലതും എടുത്തിട്ട് അതിന്റെ ബാക്കിൽ 2 ബൈക്ക് സെറ്റാക്കി പോകുന്ന വൈബാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടൊന്നും പറഞ്ഞില്ല. നല്ല ബ്രിട്ടീഷ് സ്റ്റൈല് കൾച്ചർ. ഇത് നേരെ റൈറ്റ് സൈഡ് പോകുന്നു.
നല്ല സ്റ്റോൺസിലുണ്ടാക്കിയിരിക്കുന്ന വീടുകൾ. ഞങ്ങളുടെ മെയിൻ ഇപ്പോഴത്തെ പ്രശ്നം 2 ഐഫോൺസും 6 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ്. അപ്പൊ ചാർജ് നിൽക്കുന്നില്ല. എനിക്ക് ഇതിനകത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യാനും റൈറ്റ് ഉണ്ടോ? പക്ഷേ ശബരിമല പത്തനംതിട്ടയൊന്നും കാണുന്നില്ല കേട്ടോ. ചിറ്റാർ ടൗൺ ജുമാ മസ്ജിദ്. ചിറ്റാർ ശബരിമല എടത്താവളം ട്രാൻസിറ്റ് യാർഡ്. ഗായ്സ്, നമ്മളൊരു ഫുഡീസ് കൂടാണ്. അപ്പം നിങ്ങൾ ഫുഡ് നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ പറയാം, നമ്മൾ പോയി കഴിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇനിയും തിരിച്ചു പോകുന്നതാണ് ബുദ്ധി. നേരെ പോയാൽ എങ്ങനെ പത്തനംതിട്ട ചെല്ലും? പണ്ടത്തെ TVS വിക്ടർ പോയി. നൈസ് വണ്ടിയാണ്. ലെഫ്റ്റ് പോയാൽ ശബരിമലയല്ലേ? കുമളി 111. അച്ചൻകോവില് കോന്നി നേരെയാ. അവിടെ നേരെ കാണിച്ചേക്കുന്നു. 25 കിലോമീറ്റർ. മൂന്നാറിന് തേയില കൃഷി ഉണ്ടെങ്കിൽ പത്തനംതിട്ടയ്ക്ക് കടച്ച കൃഷിയുണ്ട്. നമ്മൾ ഇങ്ങനെയാ പോകുന്നത്. കണ്ടോ, തണ്ണിത്തോട് എന്നിട്ട് അങ്ങനെയാ പോകുന്നത്. മനസ്സിലായോ? എനിക്കിങ്ങനെ മാപ്പ് നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അവൻ എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. No guys, nothing like that. നമ്മൾ ചേട്ടനുമായിട്ടുള്ള ട്രാക്ക് റേസ് ജയിച്ചിരിക്കുകയാണ്. ഷാപ്പ് ഉണ്ടേ കയറായിരുന്നല്ലേ? വൈദവേ ഞങ്ങൾ കള്ളു കുടിക്കാറില്ല. കോന്നി 23 കിലോമീറ്റർ. കോന്നി റൈറ്റിലോട്ടാണെന്നാണ് കാണിക്കുന്നത്. തമിഴിൽ എഴുതിയേക്കുന്നത്, ഫോട്ടോ എഴുതിയേക്കും. ഞങ്ങള് തിരിഞ്ഞു, ഉദ്ദേശം അങ്ങോട്ടാന്നൊരു പിടിയില്ല. തമിഴിലൊക്കെ ബോർഡ് എഴുതിയിട്ടുണ്ട്. ഏയ് നല്ല പൊടിയുണ്ട്. കാലേ മുഴുവൻ ചെളിയാവുന്നു. ആരും ഇതുവഴി വരാതിരിക്കുക. മണ്ണിനെ അറിയാമോ? മണ്ണിനെ അറിയണം. ചവിട്ടിയേ ഒക്കും. അതെ, വളരെ നല്ല ആൾക്കാർ. ഞാൻ ആ ചെളി ചവിട്ടുന്ന പുള്ളി കണ്ട, അതുകൊണ്ടാ. വാണം പോകുന്ന റോഡ്. അതെ, എല്ലാ ദുർഘടം പിടിച്ച വഴിയുടെ അവസാനം ഒരു നല്ല വഴി കാണും. ശുഭദിനം. എടാ, ആ ചെറുക്കനല്ലേ മറ്റേ സിനിമയ്ക്കകത്തുണ്ടേ? എന്താ പുള്ളിക്ക് കയ്യിൽ നിന്ന് പോയത് നമ്മള് കണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി. തിരിച്ചപ്പോ തിരിച്ചിരിച്ചാ പറയും. അവിടെ കൊച്ചു വീട് ജുറാസിക് പാർക്ക്.
ജുറാസിക് പാർക്ക്. അപ്പൊ ഗായ്സ് നമ്മൾ വീണ്ടും ഒരു കാട്ടിൽ എങ്ങോട്ട് തിരിഞ്ഞാലും പത്തനംതിട്ട തിരിഞ്ഞാൽ നമ്മൾ അവസാനം എത്തുമ്പോഴൊരു ഒരു കാട്ട്. ആ പന്ന വഴി കഴിഞ്ഞാൽ ഞങ്ങൾ ഇച്ചിരി മണ്ടയ്ക്കൂടെ ഒന്ന് നിർത്തിയല്ലോ. അത് എന്റെ ഫോണിൽ ചാർജ് തീരാറായി. അനികേന്റെ ഫോണിൽ അതിനേക്കാളും ചാർജ് തീരാറായി. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നപ്പം ഇവിടെ എത്തി. ഒരു അൺനോൺ ഏരിയ അതെ അതെ, ഇവിടെ കൂടെ ഒന്നും ആരും വീഡിയോ ഇട്ടതായിട്ട് എനിക്ക് അറിയത്തില്ല. ഇത് പിന്നെ ഒരു കാട്ടിലോട്ട് ഞങ്ങൾ പിന്നെ എത്തി. അത്യാവശ്യം ഉൾക്കാടായത്. അതെ അതെ, മരം ഒടിഞ്ഞു വേണം ചാവോ, അരഞ്ഞു പോവും. ഇത് പ്രോപ്പർ വര കേട്ടോ, രണ്ട് സൈഡും വര. അതെ, പക്ഷെ നല്ല റോഡാണ്, അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. നല്ല ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടാതിരിക്കാൻ. അത്യാവശ്യം പ്രിസർവ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ. ഇതിലൊരു USB സാധനം ഫിറ്റ് ചെയ്യും. നാട്ടിലൊക്കെ വണ്ടി വെച്ചിട്ട് ഇവിടെ എന്നിട്ട് വേസ്റ്റ് ഇടുന്നുണ്ട്. ക്യാമറ ഇട്ട് വേസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞിട്ട്. മലയാളികളുടെ ഒക്കെ ഒരു സൈഡിലോട്ടൊക്കെ നല്ല വ്യൂസ് ഉണ്ട്, പക്ഷെ നമുക്കത് കാണിക്കാനുള്ള വകയില്ല. നമ്മൾ കാട് ഏരിയ കഴിഞ്ഞ് പിന്നെ ഒരു നാട് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. തണ്ണിത്തോടിലേക്ക് പത്തനംതിട്ട നമ്മൾ കുറെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഇറ്റ്സ് ആൻ എക്സ്പ്ലോറേഴ്സ് പാരഡൈസ്. പട്ടി ലോക്കായിട്ടിരിക്കുന്നു. സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. കണ്ടെന്നൊക്കെ പറഞ്ഞാൽ പറയേ. ഞങ്ങള് കോന്നി എടുക്കാറായി. ഞങ്ങൾക്ക് അറിയാവുന്ന വഴിയായിരുന്നു കോന്നി എത്താറായി. അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ റെക്കോർഡൊന്നും ചെയ്യാൻ. അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് കുറച്ച് തീരദേശമായിരിക്കും, ചിലപ്പോൾ ഫിഷിംഗ് ആയിരിക്കും. നിങ്ങൾ എന്ത് വേണമെന്നുള്ളത് താഴെ കമന്റ് ചെയ്തോളൂ. ഫിഷിംഗ് വേണമെന്നുണ്ടെങ്കിലും ഫിഷിങ്ങിന് കമന്റ് ചെയ്യുക. ഞങ്ങൾ അത്യാവശ്യം നല്ലതായിട്ട് ഫിഷ് ചെയ്യുന്ന ആൾക്കാരാണ്. അതെ, ഞങ്ങള് കോന്നി ചെന്ന് പത്തനംതിട്ട ചെന്ന് ഫുഡ് കഴിക്കുക, പിരിയുക, അത്രേ ഉള്ളൂ. ഈ വ്ളോഗിന്റെ എൻഡ് ഇതാണ്. ഓക്കെ, ബൈ. So please subscribe, whatever.